അഷ്ടമുടിക്കായലിൻ്റെയും കല്ലടയാറിൻ്റെയും തീരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന 8ഓളം ചെറുദ്വീപുകളുടെ സമൂഹമാണ് മൺട്രോ ഐലൻഡ് എന്നും മൺട്രോ തുരുത്ത് എന്നും അറിയപ്പെടുന്ന പ്രദേശം. വെള്ളത്താൽ ചുറ്റപ്പെട്ടിരുന്ന ഈ മനോഹരമായ കാർഷിക ദ്വീപ് ചെമ്മീൻ, കരിമീൻ എന്നീ മത്സ്യകൃഷികളും തെങ്ങ്, കൊപ്ര, കയർ തുടങ്ങിയ അനുബന്ധ വ്യവസായങ്ങളും ചേന, വാഴ, ചേമ്പ്, കാച്ചിൽ, മരിച്ചീനി, കുരുമുളക്, മറ്റ് പച്ചക്കറി ഉൽപ്പന്നങ്ങളുടെ ഇടവിള സമ്മിശ്ര കൃഷികളും കൊണ്ട് സമൃദ്ധമായിരുന്നു. ഇടത്തോടുകൾ ധാരാളമുള്ളതിനാൽ മത്സ്യകൃഷിക്കും താറാവ് കൃഷിക്കും ഈ ദ്വീപ് അനുയോജ്യമാണ്. പൊതുവിൽ പരമ്പരാഗത കൃഷി രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഈ ദ്വീപ് നിവാസികളിൽ നിന്നും വ്യത്യസ്തനായ ഒരു യുവ കർഷകനാണ് ശ്രീ ബിനു കരുണാകരൻ. ചെറുവള്ളത്തിലും ബസ്സിലുമൊക്കെയായി പോയി പഠിച്ച ബിനു നേടിയത് ഇൻസ്ട്രുമെന്റേഷൻ. കേരളത്തിനകത്തും പുറത്തും തൊഴിൽ സാധ്യതയുള്ള ആ ഡിപ്ലോമ വീടിന്റെ പഠനമുറിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. കൃഷിയുടെ സാധ്യതാ പഠനത്തിലേക്ക് തിരിഞ്ഞ ഈ ചെറുപ്പക്കാരൻ സ്വന്തമായി കൃഷിയിടം ഏറെ ഉള്ളപ്പോൾ എന്തിന് ഒരു മാസശമ്പളക്കാരൻ എന്ന ചിന്തയിലേക്കായിരുന്നു കടന്നത്. ഏറെ ലാഭകരമായ ചെമ്മീൻ കൃഷിയെക്കുറിച്ചാണ് ബിനു ആദ്യം ചിന്തിച്ചത്. ചെമ്മീനിന് വളരാൻ സ്വാഭാവികമായ ചെറു തോടുകളുള്ള പ്രദേശം. മറ്റൊന്നും ബിനു ആലോചിച്ചില്ല. ഫിഷറീസ് വകുപ്പിനെ സമീപിച്ച് ശാസ്ത്രീയമായ ഉപദേശങ്ങൾ തേടി. ഏറെക്കാലത്തിനു ശേഷം ചെമ്മീൻ കൃഷിയിലുണ്ടായ നഷ്ടം ഈ ചെറുപ്പക്കാരനെ തെല്ലും നിരാശനാക്കിയില്ല. ഇവിടെ ധാരാളം ഇടത്തോടുകളും എല്ലാം ചേർന്നാണല്ലോ. ഈ ഇടത്തോടുകളിൽ ഞങ്ങൾ ആദ്യം ചെമ്മീൻ കൃഷിയാണ് ചെയ്തിരുന്നത്. ഏതാണ്ട് 88-90 കാലഘട്ടങ്ങളിൽ ചെമ്മീൻ കൃഷി ഇന്ത്യയിൽ ആരംഭിക്കുമ്പോൾ തന്നെ മൺട്രോ തുരുത്തിലും ചെമ്മീൻ കൃഷി ആരംഭിക്കുകയും അതിൻ്റെ ഇന്ത്യയിലെ ചെമ്മീൻ കൃഷിയിലെ തുടക്കക്കാരിൽ ഒരാളാണ് ഞങ്ങളും. അപ്പോൾ ഇങ്ങനെ തുടങ്ങി വന്ന ചെമ്മീൻ കൃഷി 2-3 വർഷം വളരെ ലാഭകരമായി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ലോകത്താകമാനം ചെമ്മീനിൽ വെള്ളപ്പാണ്ട് രോഗം എന്ന രോഗം വരികയും ചെമ്മീനുകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. എന്നാൽ പലതവണ ചെയ്ത് ധാരാളം സാമ്പത്തിക നഷ്ടം എല്ലാം സംഭവിച്ച ഒരു വ്യക്തിയാണ് ഞാനും. എന്നാൽ അതിനുശേഷം ഇപ്പോൾ ഇതിൽ നിന്നെല്ലാം മാറി മൺട്രോ തുരുത്ത് കൃഷി ഓഫീസറുടെ ശ്രീ ശിവകുമാറും അവരെല്ലാം അവിടെ ചേർന്നുകൊണ്ട് നമുക്കൊരു ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിനെ കുറിച്ച് ആലോചിക്കുകയും ശിവകുമാർ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതിലൊരു മാറ്റം വരുത്താമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എല്ലാം കൂടെ മുൻകൊണ്ടു വന്നുകൊണ്ട് ഒരു ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിലേക്ക് വരികയാണ്. അങ്ങനെ ഞങ്ങൾ ഇടത്തോടുകളെല്ലാം കരിമീനെ നിക്ഷേപിക്കാൻ തുടങ്ങി. പിന്നെ ബിനുവിൻ്റെ ശ്രദ്ധ കരിമീനിലേക്ക് തിരിഞ്ഞു. പുരയിടത്തിലെ തോടുകളിൽ അവിടെ കൂടുകളും ഹാച്ചറിയും സ്ഥാപിച്ച് കൃഷിയിൽ വിജയത്തിൻ്റെ പുതിയ പാത തന്നെ സ്വീകരിക്കുകയാണ് ഇന്ന് ബിനു. അപ്പോൾ കരിമീൻ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ തനത് വിളയാണ്, ധാരാളം വില കിട്ടും. എന്നാൽ ഒരു ദോഷം എന്ന് പറയുന്നത് ഇതിൻ്റെ വളർച്ച നിരക്ക് കുറവാണെന്ന് മാത്രമാണ്. അതോടൊപ്പം ഇതിനൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ലഭിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിന് ബദലായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു യൂണിറ്റ് തുടങ്ങാനായിട്ട് ആലോചിക്കുകയും മത്സ്യസമ്പത്തുകളിൽ ഉൾപ്പെടുത്തി ജില്ലാ ഫിഷറീസ് വകുപ്പ് നമുക്ക് അതിനുള്ള സാമ്പത്തിക സഹായം നൽകുകയും അതിൻ്റെ സാങ്കേതിക വിദ്യകൾ കൊല്ലം ജില്ലാ ഫിഷറീസ് നൽകുകയും അങ്ങനെ ഒരു കരിമീൻ കുഞ്ഞുങ്ങൾ ഉൽപ്പാദന യൂണിറ്റ് നമ്മൾ ആരംഭിക്കുകയുണ്ടായി. അപ്പോൾ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ പുറത്ത് കൊടുക്കാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ 7 രൂപ നിരക്കിൽ ആവശ്യക്കാർക്ക് കുഞ്ഞുങ്ങളെ വിൽക്കാനും കഴിയുന്നുണ്ട്. ഒഴുക്കുള്ള തോട്ടിൽ അവിടെയായി വലക്കൂടുകൾ സ്ഥാപിച്ച് കരിമീൻ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ഹാച്ചറി ഒരുക്കുന്നു. ഈ ഹാച്ചറിയിൽ മാതൃകൂട്ടിൽ നിന്നും കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങൾക്കൊപ്പം കുറച്ച് വലിയ കരിമീനിനെയും നിക്ഷേപിക്കുന്നു. വലിയ കരിമീനിൻ്റെ സാന്നിധ്യം കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ വേഗം കൂട്ടുന്നു. ഒപ്പം ശാസ്ത്രീയമായ തീറ്റയും പരിചരണവും ഇവിടെ അവലംബിക്കുന്നു. അഷ്ടമുടിക്കായലിൻ്റെ തെളിനീരിൽ വളരുന്ന കരിമീനിന് നാട്ടിൽ ഏറെ പ്രിയം തന്നെ. അതുകൊണ്ട് തന്നെ വിപണന മേഖല ഏറെ സമ്പുഷ്ടവുമാണ്. കരിമീൻ കുഞ്ഞുങ്ങളെ കാണാനും വാങ്ങാനുമായി തുരുത്തിനകത്തും പുറത്തു നിന്നുമുള്ള ആളുകൾ നിത്യേന ഇവിടെ എത്തുന്നു. വലക്കൂടുകൾ ഒരുക്കി തോടിനുള്ളിൽ നിക്ഷേപിക്കുകയാണ് കരിമീൻ വളർത്തലിൻ്റെ രീതി. തോടുകളിൽ നിന്നുള്ള പായലും ബിനു ഇട്ടുകൊടുക്കുന്ന സമീകൃത ആഹാരവും കൂടിയാകുമ്പോൾ കരിമീനിൻ്റെ വളർച്ച ത്വരിതമാകുന്നു. ഭാരവും പെട്ടെന്ന് കൂടുന്നു. ആളുകളുടെ ആവശ്യത്തിനനുസരിച്ച് പിടിച്ചെടുക്കുന്ന കരിമീൻ അവിടെ വെച്ച് തന്നെ നല്ല വിലയ്ക്ക് വിൽക്കുവാനും ബിനുവിന് കഴിയുന്നു. തോടിന് കുറുകെ തെങ്ങിൻ തടി അടുക്കി അതിനു മുകളിൽ വല വിരിച്ച് തയ്യാറാക്കിയ താറാവിൻ കൂട്ടിൽ നിന്നുള്ള താറാവിൻ്റെ വിസർജ്യങ്ങളും പായലും കരിമീന് ഭക്ഷണമായി മാറുന്നു. സംസ്ഥാന മത്സ്യമായ കരിമീനിന്, പ്രത്യേകിച്ചും അഷ്ടമുടിയുടെ ഈ നാടൻ കരിമീനിനെ ജനപ്രിയമാക്കാൻ ഈ ചെറുപ്പക്കാരന് ഇതിനകം കഴിഞ്ഞിരിക്കുന്നു.
കേരളത്തിൽ താറാവ് മുട്ടയ്ക്കും മാംസത്തിനും ആവശ്യക്കാർ ഏറെയാണെന്ന അറിവാണ് ബിനുവിനെ താറാവ് കൃഷിയിലേക്ക് ആകർഷിച്ചത്. ചെളിയും വെള്ളവും കലർന്ന വിശാലമായ കായലോരം, ഇടത്തോടുകൾ തുടങ്ങിയ താറാവ് വളർത്തലിന് ആവശ്യമായ ഭൗതിക സാഹചര്യവും ഇവിടെയുണ്ട്. ഒരു മുഴുവൻ സമയ താറാവ് നോട്ടക്കാരനെ പരിചരണത്തിനായി നിയോഗിച്ചാൽ അതിലേക്ക് ചെലവാകുന്ന തുകയും താറാവ് മുട്ടയിൽ നിന്നും മാംസത്തിൽ നിന്നും ദിവസേന ലഭിക്കുന്ന വരുമാനവും തട്ടിച്ചു നോക്കിയപ്പോൾ ഫലം നഷ്ടം തന്നെ. അപ്പോഴാണ് പുതിയ ആശയം ബിനുവിൻ്റെ മനസ്സിൽ ഉദിച്ചത്. ഒരേക്കറിന് ചുറ്റും ഒരാൾ പൊക്കമുള്ള വേലി നിർമ്മിച്ച് അതിനുള്ളിൽ തോടിന് മുകളിൽ സ്ഥാപിച്ച കൂടാണ് ഇവരുടെ വിശ്രമ കേന്ദ്രം. രാവിലെ കൂട് തുറന്ന് താറാവുകളെ വിട്ട ശേഷം കൂട് വൃത്തിയാക്കുന്നു. തുടർന്ന് കൂട്ടിനുള്ളിലെ പാത്രത്തിൽ ഒരു ദിവസത്തേക്ക് ആവശ്യമായ തീറ്റ വെച്ച ശേഷം കൂട് തുറന്നു വയ്ക്കുന്നു. പകൽ മുഴുവൻ താറാവുകൾ തോടുകളിലും കായലിലുമായി കഴിയുന്നു. രാത്രിയിൽ അവ തനിയെ കൂട്ടിൽ കയറുന്നു. തന്മൂലം കാലത്തും വൈകുന്നേരവും വെറും 10 മിനിറ്റിൻ്റെ ജോലിയെ ഒരാൾക്ക് പരിചരണത്തിനായി ഇവിടെ ആവശ്യമായി വരുന്നുള്ളൂ. നമുക്ക് താറാവ് കൃഷിയെക്കുറിച്ച് അതിൻ്റെ പല പ്രശ്നങ്ങളും അന്വേഷിച്ചപ്പോൾ താറാവിനെ തിരിച്ച് കൂട്ടിൽ വരികയും അതിനെ മേയിക്കുന്നതിന് ഒരാളെ വിടുക, അങ്ങനെ കുറേ വെല്ലുവിളികളുണ്ടെന്ന് കാണുകയുണ്ടായി. എന്നാൽ നമ്മൾ ഇതിൽ നിന്നെല്ലാം ഒരു വ്യത്യസ്തമായി ഒരേക്കർ പാടത്ത് വല കെട്ടി തിരിച്ചതിന് ശേഷം വെള്ളത്തിന് മുകളിൽ തന്നെ അതിനെ ഒരു നൈറ്റ് ഷെൽട്ടർ ഒരുക്കിയിട്ട് താറാവിനെ അതിനകത്ത് വളർത്തുകയാണ് ചെയ്തത്. അപ്പോൾ താറാവിനെ നമ്മൾ രാവിലെ കൂട് തുറന്ന് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഈ ഒരേക്കർ പാടത്തിന് ഇത് പുറത്തു പോകാൻ കഴിയില്ല. കൂടിൽ ഒരു ദിവസത്തേക്ക് ആവശ്യമായ മുഴുവൻ തീറ്റയും നമ്മൾ രാവിലെ തന്നെ വയ്ക്കും. അപ്പോൾ രാവിലെ കൂട് തുറന്ന് മുട്ട എടുത്തിട്ട് കൂട് വൃത്തിയാക്കി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. വൈകുന്നേരം ചെന്ന് കൂടടച്ചാൽ മാത്രം മതി. അപ്പോൾ ധാരാളം ഒരു 100 താറാവിനെ വളർത്തി ഇപ്പം 80ഓളം മുട്ടയും ഡെയിലി കിട്ടുന്നുണ്ട്. വളരെ ആദായകരമായ രീതിയിൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. ആദ്യം ചില വെല്ലുവിളികളുണ്ടായിരുന്നു. ഇതിൻ്റെ തീറ്റക്രമം ഒരു ശരിയാക്കി എടുക്കുന്നതിൽ ഇതിൻ്റെ ഇത്തരത്തിലുള്ളൊരു മുൻ കൃഷി രീതികളില്ലായിരുന്നതിന് കാരണം ഒരു പ്രത്യേക രീതിയിലുള്ള തീറ്റക്രമം ഞങ്ങൾക്ക് തന്നെ 1 വർഷം കൊണ്ടാണ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ നല്ല രീതിയിൽ മുട്ട കിട്ടുകയും കൃഷി ലാഭകരമാക്കുവാനും കഴിയുന്നുണ്ട്. അഷ്ടമുടിക്കായലും അതിൻ്റെ തീരവും കായലിലേക്കുള്ള ഇടത്തോടുകളും അതിൻ്റേതായ പാരിസ്ഥിതിക സ്ഥിതി നിലനിർത്തി ചെമ്മീനും കരിമീനും താറാവുമൊക്കെ കൃഷി ചെയ്ത് ബിനു കരുണാകരൻ എന്ന ഈ ചെറുപ്പക്കാരൻ ജീവിത നേട്ടം കൈയാളുമ്പോൾ ഒരു കാർഷിക മാതൃക എന്നതിനപ്പുറം നമ്മുടെ കാർഷിക മേഖലയിൽ അത് പുതിയ പ്രതീക്ഷകൾ തന്നെ സമ്മാനിക്കുന്നു. അലങ്കാര മത്സ്യങ്ങളെപ്പോലെ തന്നെ ആകർഷകമാണ് അലങ്കാര മത്സ്യകൃഷി. കാഴ്ചയ്ക്ക് മനോഹരം, മനസ്സിന് ആനന്ദകരം, ഏറെ ലാഭകരം. വേണ്ട രീതിയിൽ ഉൽപ്പാദിപ്പിച്ച് ഗുണനിലവാരം നിലനിർത്തിക്കൊണ്ട് വിപണിയിലെത്തിച്ചാൽ ഇവയ്ക്ക് വൻ ഡിമാൻഡുണ്ട്. ആഭ്യന്തര വിപണിയിലും അന്താരാഷ്ട്ര വിപണിയിലും രാജ്യത്തിനകത്തും പുറത്തുമുള്ള ആവശ്യത്തിൻ്റെ വളരെ ചെറിയൊരംശം മാത്രമാണ് നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നതാണ് സത്യം. സന്നദ്ധരായി ഇറങ്ങിത്തിരിക്കുന്ന സംരംഭകർക്ക് മുമ്പിൽ അനന്ത സാധ്യതകളാണ് ഈ രംഗം വാഗ്ദാനം ചെയ്യുന്നത്. ഇങ്ങനെ അലങ്കാര മത്സ്യകൃഷിയിലേക്ക് കാലെടുത്തു വെച്ചവർക്കാർക്കും പിന്തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല. തങ്ങളുടെ ഉദ്യമം നേട്ടങ്ങളിൽ നിന്ന് നേട്ടങ്ങളിലേക്ക് കുതിച്ചതിൻ്റെ കഥകളാണ് അവർക്ക് പറയുവാനുള്ളത്. പുതിയ ഒരു മത്സ്യത്തെ ടാങ്കിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. പുറത്തുനിന്ന് കൊണ്ടുവന്ന ഉടനെ തന്നെ ടാങ്കിനുള്ളിൽ നിക്ഷേപിക്കരുത്. വളർത്താൻ ഉദ്ദേശിക്കുന്ന പുതിയ ടാങ്കിൽ വെള്ളം നിറച്ച് വേണ്ട അളവിൽ സൂക്ഷ്മാണു സാന്നിധ്യം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം മത്സ്യത്തെ പുതിയ വാസസ്ഥലത്തേക്ക് പ്രവേശിപ്പിക്കുക. കൂടാതെ അനുയോജ്യമായ മത്സ്യങ്ങളുടെ കൂടെ മാത്രം പാർപ്പിക്കുക. അല്ലാത്ത പക്ഷം തമ്മിൽ കൊത്തി ചത്തുപോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് അതേ രീതി തന്നെയാണ് മീൻ.
ആ മീനെ നമുക്കൊരു കുഞ്ഞിന് എന്തൊക്കെ അസുഖം വരുന്നോ അതുപോലെ മീനിനും അസുഖങ്ങൾ വരാം. ഒത്തിരി അസുഖങ്ങൾ, ഇപ്പോൾ പനി, തലവേദന കുഞ്ഞിന് വരുന്ന പോലെ മീനും സ്ട്രെസ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു വെള്ളത്തിൽ നിന്ന് മാറ്റി വേറൊരു വെള്ളത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ സ്ട്രെസ് അനുഭവിക്കും. കാരണം നമ്മൾ എ സിയിലിരുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പുറത്ത് ചൂട് കൊള്ളുമ്പോൾ നമുക്കൊരു ദേഹത്തിന് ഒരു അസ്വസ്ഥത ഉള്ളതുപോലെ മീനും ഉണ്ടാകും. കാരണം ടാങ്കിൽ നിന്ന് മീൻ പിടിക്കുന്ന ടൈം പോലും ഉണ്ട്. അതിന് വ്യത്യസ്തമായി നമ്മൾ മീൻ പിടിക്കുകയാണെങ്കിൽ മീൻ സ്ട്രെസ് കൊണ്ട് അത് മയങ്ങിക്കിടക്കും. പക്ഷേ വീണ്ടും ആ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ അനുയോജ്യമായ രീതി വന്നു കഴിഞ്ഞാലേ ആ മീൻ വീണ്ടും അവിടെ നിന്ന് എണീറ്റ് നീന്തി പോകാൻ തുടങ്ങുകയുള്ളൂ. ഈ കാണുന്ന കുഞ്ഞുങ്ങൾ ഏകദേശം 3 മാസം കഴിയുമ്പോൾ വിൽക്കാനുള്ള സൈസ് ആവും. വിൽക്കുന്ന ഈ കുഞ്ഞുങ്ങളെ ഈ പ്ലാസ്റ്റിക് കവറിലിട്ട് ഓക്സിജൻ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ ഏകദേശം 24-36 മണിക്കൂർ വരെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇത് പുതിയ ടാങ്കിൽ ഇടുന്ന സമയത്ത് ആ വെള്ളത്തിലെ ടെമ്പറേച്ചറും ഈ പ്ലാസ്റ്റിക് കവറിലെ ടെമ്പറേച്ചർ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടി ഏകദേശം 1/2 മണിക്കൂർ ഇട്ടതിന് ശേഷം ഈ ഏത് ടാങ്കിലാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് ആ ടാങ്കിലായിട്ട് തുറന്ന് വിടുകയാണ് ചെയ്യുന്നത്. അന്നേരം മീൻ ചാവാനുള്ള സാധ്യത കുറവായിരിക്കും. ഇല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസം മൂലം ഇത് ചാവാനുള്ള സാധ്യത ഉണ്ടാകും. ഈ ഓക്സിജൻ കൊടുക്കുന്നത് ഇത് കാർബൺ ഫിൽറ്ററാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഈ ഫിൽട്രേഷൻ കൊണ്ട് ഈ വെള്ളത്തിലുള്ള അഴുക്കും ഇതെല്ലാം ഇത് പിടിച്ചെടുക്കും. അതിൻ്റെ ബാക്ടീരിയ ഫോർമേഷന് ഈ പറയുന്ന ഫിൽട്രേഷൻ നല്ലതാണ്. പിന്നെ ബയോളജിക്കൽ ഫിൽറ്റർ എന്ന് പറയാം. അസുഖം വരാതിരിക്കാൻ മരുന്ന് നൽകേണ്ടതും ആവശ്യമാണ്. എന്നാൽ ചെറിയ ടാങ്കുകളിൽ വളർത്തുന്നവർക്ക് വലിയ തോതിൽ മരുന്നിൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്സി ടെട്രാസൈക്ലിൻ ഗുളിക വെള്ളത്തിൽ ലയിപ്പിച്ച് ടാങ്കിലേക്ക് ഒഴിച്ചാൽ മതി. ടാങ്കിൻ്റെ വലുപ്പത്തിനനുസരിച്ചായിരിക്കണം മരുന്നിൻ്റെ ഡോസും നിശ്ചയിക്കേണ്ടത്. 1.5 അടി ടാങ്കിന് 1 ഓക്സി ടെട്രാസൈക്ലിൻ ഗുളിക മതിയാകുന്നതാണ്. ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആദ്യം ബേസിക്കലി നമ്മുടെ ഒരു ടാങ്ക് ബാക്കി കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യുമ്പോൾ തന്നെ അത് ലേറ്റസ്റ്റായിട്ടുള്ള എല്ലാ സൗകര്യവും കിട്ടത്തക്കവണ്ണവും എന്തൊക്കെ ചില സിമെൻറ്റിൻ്റെ ദോഷമുണ്ടെങ്കിൽ അത് ഫൈബർ കോട്ട് ചെയ്തിട്ടൊക്കെ ചെയ്യുക. അതൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നേട്ടമായിട്ടിരിക്കും. അത് ലേറ്റസ്റ്റ് ടെക്നോളജി അഡാപ്റ്റ് ചെയ്താൽ നമുക്ക് കൂടുതൽ കുഞ്ഞുങ്ങളെ കിട്ടും, മോർട്ടാലിറ്റി കുറയും. അതാണ് ഏറ്റവും നല്ലത്. ഇതിന് ധാരാളം ഡിമാൻഡുണ്ടോ ഈ മത്സ്യങ്ങൾക്ക്? നല്ല ഡിമാൻഡാണ്. അപ്പോൾ ലോക്കലായിട്ടും നല്ല സെയിൽ ചെയ്യാനുള്ള അവസരമുണ്ട്. പിന്നെ ധാരാളം ഇവിടെ തന്നെ ചെറിയ ചെറിയ ഷോപ്പുകൾ ധാരാളം ഉണ്ട്. അവർ എത്ര ഉണ്ടെങ്കിലും അവർ എടുക്കാൻ തയ്യാറാണ്. പൊതുവേ കേരളത്തിൽ നല്ലൊരു മാർക്കറ്റുള്ള ഒരു ഇതാണ് ഓർണമെൻ്റൽ ഫിഷ് എന്ന് പറഞ്ഞാൽ. മത്സ്യങ്ങൾക്ക് കൃത്യസമയത്ത് ഭക്ഷണം നൽകേണ്ടത് ആവശ്യമാണ്. ദിവസം 3 തവണയാണ് തീറ്റ നൽകുന്നത്. രാവിലെ 10 മണിക്കും 12 മണിക്കും, പിന്നീട് ഉച്ചതിരിഞ്ഞ് 3:30-ക്കും 4-നുമിടയ്ക്കും എന്നതാണ് ഇവിടുത്തെ ക്രമം. വ്യത്യസ്ത തരത്തിലുള്ള ഭക്ഷണമാണ് ഓരോ തവണയും നൽകുന്നത്. ആഴ്ചയിൽ 1 ദിവസം ഭക്ഷണം നൽകുകയില്ല. മത്സ്യങ്ങളുടെ ദഹന വ്യവസ്ഥ ക്രമീകരിക്കാനാണ് ഇത്. വിവിധ തരത്തിലുള്ള ഭക്ഷണം മത്സ്യങ്ങൾക്ക് നൽകുന്നുണ്ട്. ഇവയിൽ ആർട്ടീമിയ എന്ന ജീവഭക്ഷണം ഫാമിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഏറെ പോഷക സമ്പുഷ്ടമായ ആർട്ടീമിയ മത്സ്യങ്ങൾക്ക് ഉത്തമമായ തീറ്റയാണ്. കൊഞ്ചുവർഗത്തിൽ ഉൾപ്പെടുന്ന ഈ ജീവികൾ ലിപ്പിഡുകൾ, അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ എന്നിവയുടെ വൻ സാന്നിധ്യം കൊണ്ട് സമ്പുഷ്ടമാണ്. 30 ppt ലവണ ലായനിയിലാണ് മുട്ടകൾ വിരിയിച്ചെടുക്കുന്നത്. വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾ പാത്രത്തിൻ്റെ മുകൾ തട്ടിലും മുട്ടത്തോടുകളും മറ്റവശിഷ്ടങ്ങളും പാത്രത്തിൻ്റെ അടിത്തട്ടിലും വശങ്ങളിലുമായി പറ്റിപ്പിടിച്ചിരിക്കുകയും ചെയ്യും. മുകൾ തട്ടിലുള്ള ആർട്ടീമിയ കുഞ്ഞുങ്ങളെ അതീവ ശ്രദ്ധയോടെ വേർതിരിച്ചെടുക്കുന്നു. തുടർന്ന് ശുദ്ധജലത്തിൽ കഴുകുന്നു. ഇങ്ങനെ വേർതിരിച്ച് ശുദ്ധീകരിച്ചെടുക്കുന്ന ആർട്ടീമിയ അക്വേറിയം മത്സ്യങ്ങൾക്ക് ഉത്തമമായ ആഹാരമാണ്. ആഹാരം ഇതിന് ആർട്ടീമിയ കൊടുക്കുന്നുണ്ട്. പിന്നെ അല്ലാത്ത വിദേശ ഫുഡുകളുണ്ട്. എന്തൊക്കെയാണ് അത് സ്റ്റാർട്ടറുണ്ട്, അത് കണ്ണപ്പൽ, ലാർവി സ്റ്റാർ, അങ്ങനെ ഒത്തിരി ഫുഡുകൾ ഇത് വരുന്നുണ്ട്, വിദേശങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ആ ഫ്ലാക്സിൻ്റെ ഫുഡുണ്ട്. ആ ഫുഡാണ് ഇതിന് കൂടുതലും കൊടുക്കുന്നത്. ലൈവായിട്ട് കൊടുക്കുന്നത് ആർട്ടീമിയ കൊടുക്കുന്നുണ്ട്, ട്യൂബിഫിക്സ് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കൃത്യസമയത്തിന് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ ആഹാരം കൊടുത്തില്ലെങ്കിൽ പോലും ആ കൃത്യസമയത്ത് നമ്മളെ വെയിറ്റ് ചെയ്ത് അത് മീൻ വന്ന് നിൽക്കുക. അത് നമുക്ക് അറിയാൻ പറ്റും. ആ കറക്റ്റ് സമയത്തിന് മീൻ ആഹാരം കിട്ടാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ നമ്മളോട്ട് ആ ഒരു അത്ര പരിചയമാവും ആ മത്സ്യം.
നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അഗ്രി ഫെസ്റ്റ് സമാപനം മാർച്ച് 6-ന്. കേരള ഫീഡ്സ് റിച്ച് കാലിത്തീറ്റ വില കുറച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കേരള കാർഷിക സർവകലാശാലയുടെ ആഭിമുഖ്യത്തിൽ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വിപണന പ്രദർശനമേള തൃശൂരിൽ നടന്നുവരുന്നു. ഫെബ്രുവരി 28-ന് ആരംഭിച്ച പ്രദർശനം മാർച്ച് 6-ന് സമാപിക്കും. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 250ഓളം സ്ഥാപനങ്ങൾ പ്രദർശന സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട്. കാർഷിക സർവകലാശാല കൃഷി വിജ്ഞാന കേന്ദ്രം, കേളപ്പജി കോളേജ് ഓഫ് അഗ്രി എഞ്ചിനീയറിംഗ്, ICAR എന്നിവയും വിവിധ പ്രൈവറ്റ് യന്ത്ര നിർമ്മാതാക്കളും നഴ്സറികളും മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. തിരുവനന്തപുരം നാഷണൽ സീഡ്സ് കോർപ്പറേഷനിൽ വിവിധ ഇനം പച്ചക്കറി വിത്തുകൾ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. വൻപയറിന്റെ അനശ്വരം, പാവലിന്റെ പ്രീതി, ശീതകാല പച്ചക്കറികളായ പാലക് എന്നിവയുടെ വിത്തുകളാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. വിത്തുകൾ ആവശ്യമുള്ള കർഷകർക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ ഇനി പറയുന്നു: 0471 235 6124. ബാംഗ്ലൂർ ഉദ്യാനവിള ഗവേഷണ കേന്ദ്രത്തിൽ ചക്കയുടെ അറ്റ്മോസ്ഫിയറിക് ഡീഹൈഡ്രേഷൻ സംസ്കരണത്തിൽ പരിശീലനം നൽകുന്നു. ചക്ക കഷണങ്ങളാക്കി നിർജ്ജലീകരിച്ച് സ്വാദിഷ്ടമായ വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നു. ഫീസ്, മറ്റു വിവരങ്ങൾ എന്നിവയ്ക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0802358310. ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ സഹകരണത്തോടെ കൃഷിവകുപ്പ് നടപ്പാക്കുന്ന കുട്ടനാട് റേഡിയോ പരിപാടിയിൽ കുട്ടനാടിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ, ഹരിത വാർത്തകൾ, കുട്ടനാടൻ വൃത്താന്തം എന്നിവയ്ക്ക് മാർച്ച് 6-ാം തീയതിയും, നഗരത്തിൽ ഒരു ഹരിത ചാർത്ത്, മാവിന്റെ കീട നിയന്ത്രണം, ഹരിത വാർത്തകൾ എന്നിവ 7-ാം തീയതിയും സംപ്രേഷണം ചെയ്യും. കേരള സംസ്ഥാനത്തെ ക്ഷീര കർഷകരുടെയും പാലുൽപാദകരുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും പാലുൽപാദന രംഗം സജീവമാക്കുന്നതിനും കാലിത്തീറ്റയ്ക്ക് വില കിഴിവ് നൽകുന്നു. ഇതനുസരിച്ച് കേരള ഫീഡ്സ് റിച്ച് കാലിത്തീറ്റയ്ക്ക് ടണ്ണിന് 400 രൂപയുടെ വില കിഴിവ് മാർച്ച് 1 മുതൽ നിലവിൽ വന്നു. റിച്ച് കാലിത്തീറ്റയുടെ പരമാവധി വിൽപ്പന വില 50 കിലോയുടെ ഒരു ചാക്കിന് 890 രൂപയായിരിക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ പുൽകൃഷി ചെയ്യാൻ താൽപ്പര്യമുള്ള ക്ഷീര കർഷകർക്ക് KLD ബോർഡ് ധനസഹായം നൽകുന്നു. വ്യക്തിപരമായോ കുടുംബശ്രീ യൂണിറ്റുകളുടെ സഹകരണത്തോടെയോ തീറ്റപ്പുൽ കൃഷി ആരംഭിക്കുന്ന കർഷകർക്കാണ് ധനസഹായം നൽകുക. താൽപ്പര്യമുള്ള കർഷകർ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക: 9446004285. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 12,100 രൂപ, കോഴിക്കോട് 12,300, തൃശൂരിൽ 12,050. കൊപ്ര കൊച്ചി 8,600 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,750 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,800 രൂപ. കുരുമുളക് വിപണി. കുരുമുളക് അൺഗാബിൾഡ് കുരുമുളക് 51,500 രൂപ, കുരുമുളക് ഗാബിൾഡ് 53,500 രൂപ, ചുക്ക് മീഡിയം 22,500 രൂപ, ചുക്ക് ബെസ്റ്റ് 23,500. മഞ്ഞൾ നാടൻ 6,200 രൂപ, മഞ്ഞൾ സേലം ഈറോഡ് 7,200-നും 7,500-നും മധ്യേ. അടയ്ക്ക പുതിയത് 14,000-നും 15,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ 330 രൂപയ്ക്കും 350 രൂപയ്ക്കും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 640-നും 700-നും മധ്യേ. ജാതിപത്രി 800-നും 850-നും മധ്യേ. ഗ്രാമ്പു 1000 രൂപ. റബ്ബർ RSS 5 ഗ്രേഡ് 14,300-നും 14,500-നും മധ്യേ. റബ്ബർ RSS 4 ഗ്രേഡ് 14,800 രൂപ. ഒട്ടുപാൽ 10,100 രൂപ. ലാറ്റക്സ് 11,300 രൂപ. കോട്ടയം റബ്ബർ RSS 4 ഗ്രേഡ് 14,800 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 12,100 രൂപ, മാർച്ച് അവധി 11,875 രൂപ, ഏപ്രിൽ അവധി 11,500 രൂപ, മെയ് അവധി 10,750 രൂപ, ജൂൺ അവധി 10,770 രൂപ. കൊപ്ര
8325-നും 8600-നും മധ്യേ. പിണ്ണാക്ക് എക്സ്പെല്ലർ 2750. പിണ്ണാക്ക് റോട്ടറി 2800 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 51,500 രൂപ. കുരുമുളക് ഗാബിൾഡ് 53,500 രൂപ. ചുക്ക് മീഡിയം 22,500 രൂപ. ചുക്ക് ബെസ്റ്റ് 23,500 രൂപ. മഞ്ഞൾ നാടൻ സേലം ഈറോഡ് 7,200-നും 7,500-നും മധ്യേ. അടയ്ക്ക പുതിയത് 14,000-നും 15,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 330-നും 350-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 640-നും 700-നും മധ്യേ. ജാതിപത്രി 800-നും 850-നും മധ്യേ. ഗ്രാമ്പു 1000. റബ്ബർ RSS 5 ഗ്രേഡ് 14,300-നും 14,500-നും മധ്യേ. റബ്ബർ RSS 4 ഗ്രേഡ് 14,800 രൂപ. ഒട്ടുപാൽ 11,100 രൂപ. ലാക്ടസ് 11,300 രൂപ. കമ്പോള അവലോകനം. നാളികേര ഉൽപ്പന്നങ്ങൾ വീണ്ടും മുന്നേറി. സംസ്ഥാനത്തെ പ്രമുഖ വിപണികളിൽ നിന്ന് ഉയർന്ന വിലയ്ക്ക് എണ്ണ ശേഖരിക്കാൻ ഇടപാടുകാർ ഇന്ന് ഉത്സാഹിച്ചു. മാസ ആരംഭമായതിനാൽ പ്രാദേശിക തലത്തിൽ വെളിച്ചെണ്ണയ്ക്ക് ഡിമാൻഡ് അനുഭവപ്പെട്ടു. ഇതിന്റെ ചുവട് പിടിച്ച് കൊപ്ര മാർക്കറ്റ് ചൂടുപിടിച്ചു. ടെർമിനൽ വിപണിയായ കൊച്ചിയിൽ വെളിച്ചെണ്ണയ്ക്ക് 100 രൂപ വർദ്ധിച്ച് 12,100-ലാണ് വ്യാപാരം അവസാനിച്ചത്. കൊപ്ര 8,325-നും 8,600-നും ഇടയിലേക്ക് ഉയർന്നു. തൃശൂർ മാർക്കറ്റിൽ എണ്ണ 12,050-ലും കൊപ്ര 8,380-ലുമാണ്. അതേസമയം കോഴിക്കോട് വില സ്റ്റഡിയായി നീങ്ങി. വെളിച്ചെണ്ണ 13,200-ലും കൊപ്ര 8,900-ലുമാണ്. പാമോയിൽ വില 6,450-ൽ നിന്ന് 6,700-ലേക്ക് പൊടുന്നനെ ഉയർന്നതും വെളിച്ചെണ്ണയ്ക്ക് നേട്ടമായി. ആഭ്യന്തര റബ്ബർ വിപണി മികവിനുള്ള ഒരുക്കത്തിലാണ്. മാർക്കറ്റ് നിരക്കിനേക്കാൾ ഉയർന്ന വില നൽകി വ്യാപകമായി ഷീറ്റ് സംഭരിക്കാനുള്ള ഒരുക്കത്തിലാണ് സർക്കാർ ഏജൻസികൾ. പുതിയ സാഹചര്യത്തിൽ ടയർ വ്യവസായികൾ നിരക്ക് ഉയർത്തി റബ്ബർ ശേഖരിക്കാൻ രംഗത്തെത്തുമെന്ന് കണക്കുകൂട്ടുന്നു. മുഖ്യ വിപണികളിൽ RSS 4 ഗ്രേഡ് റബ്ബർ 14,800 രൂപയിലും 5 ഗ്രേഡ് 14,500 രൂപയിലുമാണ്. ലാക്ടസ് കിലോ 113 രൂപയിലാണ് നീങ്ങുന്നത്. അതേസമയം ആഭ്യന്തര അവധി വ്യാപാരത്തിൽ റബ്ബർ വില വീണ്ടും കുറഞ്ഞ് സ്റ്റോക്കിസ്റ്റുകളിൽ സമ്മർദ്ദം ഉളവാക്കി. വിദേശ മാർക്കറ്റുകളിൽ റബ്ബർ നേരിയ റേഞ്ചിൽ നീങ്ങി. ബാങ്കോക്ക് വിപണിയിൽ 4 ഗ്രേഡിന് തുല്യമായ ചരക്ക് 13,635 രൂപയിലാണ്. പുതിയ കുരുമുളക് വിൽപ്പനയ്ക്ക് ഇറക്കാനുള്ള ഒരുക്കത്തിലാണ് കർണാടകത്തിലെ വൻകിട തോട്ടം ഉടമകൾ. വിളവെടുപ്പ് പുരോഗമിക്കുന്ന കൂർഗ് കേന്ദ്രീകരിച്ച് മുളക് ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് ഒരു വിഭാഗം ഉത്തരേന്ത്യൻ ഇടപാടുകാർ. കൊച്ചിയിലേക്ക് പ്രതിദിനം 20 ടൺ ചരക്ക് വിൽപ്പനയ്ക്ക് എത്തുന്നുണ്ട്. ഗാബിൾഡ് കുരുമുളക് 53,500-ലാണ് ഇടപാടുകാർക്ക് തുടക്കം കുറിച്ചത്. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33.8, 25.5. കൊച്ചി 33, 23. ആലപ്പുഴ 32.4, 25.4. പുനലൂർ 35.2, 21.5. തിരുവനന്തപുരം 32.6, 23.8. ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.